ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഇന്നലെ എനിക്ക് ആരോ ഇൻസ്റ്റാഗ്രാമിൽ കൗമുദി ചാനൽ എടുത്ത് ഇട്ടിട്ടുണ്ട് പോസ്റ്റ്. ഞാൻ എന്റെ അടുത്ത് പൊങ്കാല സമയത്ത് എന്റെ അടുത്ത് ചോദിച്ചു, പിണറായി സാറിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ അടുത്ത വർഷം ആര് ഭരിക്കണമെന്നാണ് ആഗ്രഹമെന്ന്. ഞാൻ പറഞ്ഞു ആര് ഭരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് ഭരിച്ചാൽ മതി അല്ലേ. അത് നന്നായിട്ട് പ്രവർത്തിക്കുക, അത്ര എനിക്കേ ഉള്ളൂ. പിന്നെ ഞാൻ പുള്ളിക്കാരനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞങ്ങൾ പറഞ്ഞു പോയി. അപ്പൊ എല്ലാരും പറഞ്ഞു അനു ഈ ഒരു പാർട്ടിയാണോ അതാണെന്ന് പറഞ്ഞ് കുറെ വേറെ പാർട്ടിക്കാർ വന്ന് എനിക്ക് മെസ്സേജ് ചെയ്താ. ഞാൻ ഏത് പാർട്ടിയിലാവണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്, ഞാൻ എന്ത് പറയണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല, ഞാൻ പാർട്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല. ഞാൻ ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞ പുള്ളിക്കാരനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരു കാര്യം ചിലപ്പോൾ തെറ്റായി പോകും. അപ്പൊ എന്നും പറഞ്ഞ് നമ്മളെ വീട്ടുകാർ വെറുക്കത്തില്ല. അതുപോലെ പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി വ്യക്തികൾ കാണും, ഇഷ്ടമില്ലാത്ത ആൾക്കാരും കാണുമായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, എനിക്ക് ഈ പറയുന്ന നമ്മുടെ BJP എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പേരെ എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ സുരേഷ് ഗോപി സാറിന് ഇഷ്ടമാണ്, പോട്ടെ നരേന്ദ്രമോദി സാറിന് എനിക്ക് ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ എനിക്ക് കാണാൻ വലിയ ട്രിവാൻഡ്രത്ത് സമയത്ത് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളി ലൈഫിൽ എപ്പോഴെങ്കിലും എനിക്ക് കാണുന്ന വലിയ ആഗ്രഹമുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ കൃഷ്ണകുമാർ സാർ, നമ്മുടെ ദിയ കൃഷ്ണയുടെയൊക്കെ അച്ഛൻ, പുള്ളിക്കാരൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഉണ്ണി മുകുന്ദനും നമ്മുടെ അഖിൽമായ ചേട്ടനും പിന്നെ നമ്മുടെ വിവേക് ഗോവൻ, ഇവരൊക്കെ BJP-യിലുള്ളവരാണ്. ഇവരൊക്കെ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തികളാണ്. ആരെന്ത് ചെയ്താലും നന്നായി പ്രവർത്തിക്കുക, നല്ലത് ചെയ്യുക, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പൊ അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, നല്ലത് ചെയ്യുന്നവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ VD സതീശൻ സാറാണെങ്കിലും പോലും ഞാൻ പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പോട്ടെ നമ്മളെ മേയർ നമ്മളെ നെടുമങ്ങാടുള്ള ആളാണ്, പുള്ളി റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്, പുള്ളി എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ പാർട്ടി അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ പാർട്ടിയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എല്ലാ പാർട്ടിയിലുള്ള ഓരോ വ്യക്തികളെ എനിക്ക് ഇഷ്ടമുള്ളതുമാണ്. ഇപ്പൊ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ കാണുമായിരിക്കും, അത് ഞാൻ നോക്കുന്നില്ല. നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, അവരെ ഞാൻ ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ അല്ലേ. എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഒരാളെ വ്യക്തിയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്റെ ഇഷ്ടമാണ്, എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് ആരും പറയേണ്ട ആവശ്യമില്ല. കുറെ പേര് കമന്റിൽ കുറെ തെറി പറഞ്ഞിരിക്കുക, എനിക്കതൊന്നൊരു പ്രശ്നമില്ല. ഞാൻ അതൊന്നും നോക്കിയൊന്നുമല്ല ജീവിക്കുന്നത്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം ആരെ ഇഷ്ടപ്പെടണ്ട എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. ഇവിടെ നമ്മളെ കുടുംബത്തിൽ ഓരോരുത്തർ നമ്മളെ സ്നേഹിച്ചെടുത്ത് കളഞ്ഞിട്ട് പോകുന്നു, അല്ലെങ്കിൽ പോട്ടെ നമ്മളെ കൂടെ നിന്ന് ഓരോരുത്തർ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കണ്ടിട്ട്, അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതാണ് പറഞ്ഞത്. നമ്മളിപ്പോ പറഞ്ഞുതരാം. നമ്മളിപ്പോ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മളെ കുടുംബത്തിൽ ഇപ്പം എക്സാമ്പിൾ ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ പോകുന്നത് മുന്നേ എനിക്കൊരാൾ അയച്ചൊരു മെസ്സേജ്, ഇൻസ്റ്റയിൽ അയച്ചൊരു മെസ്സേജാണ്. സ്റ്റാർ മാജിക് വെച്ച് എനിക്ക് അനുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ അനു ഒരു തെറ്റ് ചെയ്തപ്പോൾ അതിനുശേഷം എനിക്ക് അനുവിന് ഇഷ്ടമില്ലാന്ന്. അപ്പൊ ഞാൻ കുഴപ്പമില്ല, എനിക്ക് ഒരു പ്രശ്നമില്ല. എന്നെ ഇഷ്ടപ്പെടാൻ കുറച്ച് നല്ല മനുഷ്യരുണ്ട്, അതാ നിൽക്കുന്നു. ഇവരൊക്കെ ഉണ്ട് അല്ലേ, ഇവരൊക്കെ എന്നെ ഇഷ്ടമാണ് ഇവിടെ നിൽക്കുന്നത്, ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. എനിക്ക് അതൊക്കെ മതി. ആരും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ ഇഷ്ടപ്പെടാൻ എന്റെ വീട്ടുകാരുണ്ട്, ഇതുപോലുള്ള ആൾക്കാരുണ്ട്. എന്നെ ബിഗ് ബോസിൽ എന്നെ വിൻ ചെയ്തത് ഞാൻ ഒരിക്കലും എന്റെ ഒറ്റ കഴിവുകൊണ്ട് ഞാൻ ജയിച്ചതല്ല, എന്നെ ആൾക്കാർ ജയിപ്പിച്ചതാണ് അല്ലേ. ചേട്ടൻ പറയുന്നുണ്ട് അല്ലേ ചേട്ടാ, എന്നെ ജയിപ്പിച്ചതാണ്, അല്ലാതെ എന്റെ കഴിവോട് കൂടി ഞാൻ ജയിച്ചില്ല. അത് ഞാൻ എവിടെയും പറയും, ഒരിക്കലും എന്റെ കഴിവോട് കൂടി ഞാൻ ജയിച്ചില്ല. ഞാൻ അവിടെ ശരി പോരാടി, ശരി തന്നെയാണ്. പക്ഷേ ജയിക്കണം, വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുടെ സപ്പോർട്ടും വേണം, അവിടെ വോട്ടും വേണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചത്. അതുപോലെ നമ്മൾ ഇലക്ഷൻ നിൽക്കുന്ന പല ആൾക്കാരും നമ്മൾ ജയിപ്പിക്കുന്നതാണ്. അവർ കയറി പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടല്ല. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ പോലും അത് നമ്മളുടെ ഇഷ്ടമാണ്, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് അല്ലേ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല, എനിക്ക് അങ്ങനെ പാർട്ടിയായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. എനിക്ക് എല്ലാ പാർട്ടിയിലും എല്ലാ ആൾക്കാരും എനിക്ക് ഇഷ്ടമാണ്, എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. നല്ലത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സപ്പോർട്ടും ചെയ്യും, അത് ഞാൻ ലൈഫിലും സപ്പോർട്ട് ചെയ്യും. ഞാൻ ആരും നോക്കിയിട്ടല്ല ചെയ്യുന്നത്. എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടല്ല, ഞാൻ ഇപ്പൊ ഈ ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു, ആ സമയത്ത് എൻ്റെ എത്ര പേരെന്ന് പറഞ്ഞു ഇനി ആൾക്ക് വോട്ട് ചെയ്യണേ, ഇനി ആൾക്ക് വോട്ട് ചെയ്യണമെന്ന്. അത് എന്റെ ഇഷ്ടമാണ്, ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ ഒരുപാട് മെസ്സേജ് കണ്ടു, കമന്റ്സ് കണ്ടു. ഞാൻ ഈ കമന്റ്സ് മൈൻഡ് ചെയ്തതല്ല, പക്ഷെ ഇന്നലെ എനിക്കറിയാവുന്ന എന്റെ സുഹൃത്തുക്കൾ എനിക്കടുത്ത് അയച്ചു തന്നു, എന്തിനാ അങ്ങനെ പറയാൻ പോയിന്ന്. ഞാൻ പറഞ്ഞു എന്റെ ഇഷ്ടമാണ് അതൊക്കെ ഞാൻ പറയണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. താങ്ക് യു. ഹാപ്പി വുമൻസ് ഡേ. അനുപ്പ് മനസ്സിലായില്ല, ആണോ? ശരി പോകുന്നു കേട്ടാ, ബൈ 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 ബൈ.